അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ലൈവ് ഒരു ലൈവ് അമ്പലത്തിന്റെ പരിപാടി വരുന്നുണ്ട്. അപ്പൊ ഇവനോട് പോയിട്ട് ജസ്റ്റ് ചെറിയ ഡാൻസ് പോലെ കളിച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടെ വരാൻ പറഞ്ഞാൽ ഇവൻ നേരെ അഗ്നിച്ചേട്ടന്റെ ഇടയിൽ പോയിട്ട് ഇവൻ മുണ്ടൊക്കെ പൊക്കി ഒരേ ആടുകളും തന്നെ ഡാൻസ് കളി. ഒരു ചേട്ടൻ അസോസിയേറ്റ് ഒരു ചേട്ടൻ ഓടി വന്ന് ഇടയ്ക്ക് അകത്തോട്ട് കയറാം. ഭയങ്കര കളി. ഒരു ചേട്ടൻ വന്നു എന്നടാ പെണ്ണിനെ എടുത്ത് വന്ന് കളി. ഞാൻ പറഞ്ഞു ഷെയ്ൻ ഇതൊന്നും അല്ല, സാധനം വരാൻ പോണം. ഹീസ് ലൈക്ക് എ ബാൻ ബ്രോ. പിന്നെ ഷെയ്ൻ ചേട്ടനൊക്കെ ഫാനാണ്. എനിക്ക് നമ്മള് ഫോണിലും ടി വിയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുമ്പം ജാടപരിപാടി ഇതൊക്കെ ആയിരിക്കും വിചാരിച്ച് നേരിട്ട് കണ്ടപ്പോ സീനായിരുന്നു. അയ്യോ പിന്നെ അത്ര രസമില്ല. ഇവനെത്ര കുഴപ്പമില്ല. പക്ഷെ എതിർ ടീമാകുമ്പോ സ്വാഭാവികമായിട്ടും അല്ലേ അത് ക്യാരക്ടർ കറക്റ്റ് ആയിട്ട് ഒരു ഷോ ഒക്കെ കാണിക്കുന്ന ഒരുത്തനായിട്ട് ആൾക്കാരെ ഇങ്ങനെ സെലക്ട് ചെയ്തിരുന്നപ്പോഴേ ഇവന്റെ ഫോട്ടോ കാണിച്ചപ്പോഴേ പ്രൊഡ്യൂസർ ഇവൻ തന്നെ കറക്റ്റ് ആണ്. അത് എളുപ്പമല്ല ബ്രോ. ഒരു ഷെഡ്യൂളില് ഇത്രയും വലിയൊരു ക്രൂ, അതായത് ഒരു ചെറിയ പടം എടുത്തിട്ടല്ല ഉണ്ണി സ്റ്റാർട്ട് ചെയ്തത്. ഉണ്ണി തുടങ്ങിയത് തന്നെ എന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ പടം എടുത്തിട്ട് ഉണ്ണിയുടെ ഫസ്റ്റ് പടം. ഞാൻ ന്യൂ കമറാണ്. അത് ഐസ് ബ്രേക്ക് ചെയ്യാന്ന് വലിയൊരു കാര്യം. ഇപ്പം ഷെയ്ൻ അറിയാലോ, ഷെയ്ന് ആൾക്കാരെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയുണ്ട്. പുതിയ ആൾക്കാർ വരുവാണെങ്കിലും അത് എങ്ങനെയായിരുന്നു ആ ഒരു ഐസ് ബ്രേക്കിംഗ്? അപ്പൊ അവിടെ എല്ലാം ബോൺ ബ്രേക്കിംഗ്. ഐസ് വെച്ചിരുന്നു, അത് കറക്കണ വീഡിയോ എടുത്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ നടന്നു പോണ വീഡിയോ എടുത്തിട്ട് അത് നമ്മൾ കറക്കി എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രചരിപ്പിക്കും. അപ്പൊ അത് നമുക്ക് നെഗറ്റീവായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് വ്യക്തമാക്കിയിട്ട് ഒരുപാട് ശക്തികൾ നിന്നെതിരെ പ്രവർത്തിക്കുന്നുണ്ട് അക്ഷയ്. ഷെയ്നെ ഇതൊക്കെ എന്ത്. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. ആൻഡ് സോ ഹാപ്പിലി വെൽക്കമിങ് സക്സസ്ഫുൾ ക്രൂ എന്ന് തീർച്ചയായിട്ടും 100% പറയാൻ പറ്റുന്ന ഒരു ക്രൂ ആണ് ഇന്ന് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഞങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട മൂവിയാണ് ബൾട്ടി. ആ മൂവി ഈസ് ലൈക്ക് സ്വാഗ്, അമേസിംഗ് ക്രാഫ്റ്റ്. ബൾട്ടി ടീം, ഹലോ, വെൽക്കം. താങ്ക് യു സോ മച്ച്. ഇതാരൊക്കെയാണ് ഇരിക്കുന്നത്? ഷെയ്ൻ ബ്രോ, താങ്ക് യു ബ്രോ. കിടിലം വെൽക്കം ആയിരുന്നു. ആണല്ലേ? താങ്ക് യു സോ മച്ച്. ഒന്ന് ചെറുതായിട്ടൊന്ന് പനിയായിട്ട് ഡൗൺ ആയിട്ടിരിക്കുമല്ലായിരുന്നോ? നല്ല രീതിയിൽ ഡൗൺ ആയിട്ടിരിക്കണേ. എന്നാലും പക്ഷെ ഇത് കേട്ടപ്പോഴത്തേക്കും ചാർജ് ആയി. ആൻഡ് അക്ഷയ്, ശിവ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളതാണ് അല്ലേ? ജാക്സൺ ബ്രോ, ഹായ്. ജാക്സൺ ഫാൻസ് തുടങ്ങി. അതെ. അപ്പോൾ പറയൂ ഈ സന്തോഷം സ്റ്റാർട്ടിങ് ഫ്രം നമ്മുടെ ഡയറക്ടർ ഉണ്ണി, പറയൂ. ഒരുപാട് സന്തോഷമുണ്ട്. അതായത് നമ്മള് എല്ലാവർക്കും ഈ ഒരു മൊമെന്റ് ആണല്ലോ ഹാപ്പി. നമ്മള് ഒരു പടം എഫേർട്ട് എടുക്കുന്നു, വർക്ക് ചെയ്യുന്നു, നമ്മൾ കാണുന്നതാണ്. എല്ലാവരും ഇതിനു മുമ്പ് നമ്മുടെ സുഹൃത്തുക്കളോ പല ഡയറക്ടേഴ്സും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഞങ്ങള് ടീം ഇപ്പം അതിലൂടെ ആ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ഹാപ്പി. അതും ഞങ്ങള് കൈയടിക്കും, മാസ് വർക്കാവും എന്ന് വിചാരിച്ച ഏരിയാസിലൊക്കെ അത് വർക്കാവുന്നുണ്ട്. അത് തിയേറ്ററിൽ നേരിട്ട് കാണാൻ പറ്റുമ്പോൾ അതിലുപരി ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഷെയ്ൻ ബ്രോ, ലോങ് ടൈം. ഇതാണ് ഏറ്റവും വലിയ വിശേഷം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഓൾ ഓവർ റെസ്പോൺസ്, കോൾസ് ആയിട്ടും മെസ്സേജ് ആയിട്ടും അല്ലാതെയും അറിയാത്ത ആൾക്കാർ പലരും വിളിക്കുന്ന മെസ്സേജുകൾ വരുന്നു. ആൻഡ് യു ഹാവ് ഡൺ എ ബ്യൂട്ടിഫുൾ ജോബ്. ആൻഡ് ഫ്രം ദ ഡയറക്ടർ, ഞങ്ങൾ നേരത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ബ്രോ, ഷെയ്ൻ ഇതൊന്നും അല്ല, സാധനം വരാൻ പോണം. ഹീസ് ലൈക്ക് എ ബാൻ ബ്രോ. പിന്നെ ബട്ട് അതൊരു കോംപ്ലിമെന്റ് അല്ലേ? അയ്യോ ബ്രോ, പറയുക. ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് ബ്രോ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കിയത് ഒരു പക്കാ തിയേറ്റർ പടമാണ്. ആ തിയേറ്റർ പടത്തിൽ നിന്ന് എന്ത് റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്, ഒരു നോർമൽ ഓഡിയയിൽ നിന്നും വളരെയധികം ഹാപ്പി ആയിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത്. ഇപ്പം ഞാൻ 10 മിനിറ്റ്സ് ഇടവിട്ട് ഇൻസ്റ്റാഗ്രാം ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള റിവ്യൂസ് നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ റിവ്യൂസാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് സാധാരണ രീതിയിൽ ഒരു പടത്തിന് എനിക്കൊരു ഇതിനു മുമ്പ് ഞാൻ കണ്ടത് RDXനായിരുന്നു, അതിനുശേഷം കാണുന്നത് ഇപ്പോൾ ഈ പടത്തിനാണ്. യുനാനിമസ്ലി പക്ക തിയേറ്റർ മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് കിട്ടുന്നത്. അതിൽ ഓരോരുത്തരുടെയും, അത് എല്ലാ ക്യാരക്ടേഴ്സിനെ എടുത്താണ് എല്ലാവരും പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരുടെയും എഫേർട്ടിന് ഒരു
ഇന്ന് വാല്യൂ കിട്ടിയ ഒരു ഫീലാണ് ഞങ്ങൾക്ക് ഉള്ളത്. നിങ്ങൾ തൂക്കി അതാണ് കാര്യം. കണ്ട് ഇതില് ജക്സൺ പറയൂ എന്താണ് വിശേഷം അല്ലേ? ഒരു ഡ്രീം പരിപാടി ഫൈനലി ഔട്ടും അതൊക്കെ ഗംഭീരം. അതെ ചേട്ടനൊക്കെ യൂട്യൂബിലേ കണ്ടുള്ളൂ, നേരിട്ട് കാണുന്നു. പക്ഷെ ഞങ്ങള് ബിഗ് സ്ക്രീനിൽ കണ്ടില്ലേ? അതെ കണ്ടില്ലേ കാണുന്നേ? അതെ അതാണ് എനിക്ക് വേണ്ടത്. പിന്നല്ല പറയൂ. ചേട്ടൻ ഇഷ്ടപ്പെട്ടോ പിന്നെ പരിപാടി? മൂവി ക്ലാസ്. അപ്പൊ ജക്സൺ എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ ലാസ്റ്റ്? പക്ഷെ വിഷമം വന്നു അതാണ്. പടം കാണാത്തവർക്ക് സ്പോയിലർ അല്ല എന്താണ് അതുകൊണ്ട് പറഞ്ഞില്ല. അതാണ് ജക്സ എന്തോ എങ്ങനെയുണ്ടായിരുന്നു ഫൈറ്റും പരിപാടിയൊക്കെ? നല്ല ഇഷ്ടംപോലെ ഫൈറ്റും ഉണ്ട്. നല്ല ഫൈറ്റ് ആയിരുന്നു. അപ്പൊ സന്തോഷ് സാറാണ് അതിന്റെ മെയിൻ മാസ്റ്റർ. സാറ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഉണ്ണിച്ചേട്ടനാണ് മെയിൻ എല്ലാത്തിനും. എനിക്ക് ചാൻസ് കിട്ടാനാണേലും എല്ലാം ഓഡിഷനൊക്കെ വന്ന് നല്ല സപ്പോർട്ടും ഒക്കെ ആയിരുന്നു. പിന്നെ ഷെയ്ൻ ചേട്ടനൊക്കെ ഫാനാണ്. എനിക്ക് നമ്മള് ഫോണിലും ടി വിയിലൊക്കെ അല്ലേ കണ്ടിട്ടുണ്ട്. നേരിട്ട് കാണുമ്പം ജാട പരിപാടി ഇതൊക്കെ ആയിരിക്കും വിചാരിച്ചു. നേരിട്ട് കണ്ടപ്പോ സീനായിരുന്നു. ഞങ്ങള് 92 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. 92 ദിവസവും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അടിപൊളിയായിരുന്നു. ഭയങ്കര സ്നേഹം. ഇവനാണെങ്കിലും അയ്യോ പിന്നെ അത്ര രസമില്ല. ഇവനെത്ര കുഴപ്പമില്ല. പക്ഷെ എതിർ ടീമാകുമ്പോ സ്വാഭാവികമായിട്ടും അല്ലേ അത് ക്യാരക്ടർ കറക്റ്റ് ആയിട്ട് ഒരു ഷോ ഒക്കെ കാണിക്കുന്ന ഒരുത്തനായിട്ട് ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്തിരുന്നപ്പോഴേ ഇവന്റെ ഫോട്ടോ കാണിച്ചപ്പോഴേ പ്രൊഡ്യൂസർ ഇവൻ തന്നെ കറക്റ്റ് ആണ്. ടീമിന്റെ ഒരു ഷോ ബോയ്സ് അല്ലേ? ഷോമാൻ. ജക്സൺ പറഞ്ഞ വലിയ കാര്യമാണ്. അതായത് ഇപ്പൊ ബ്രേക്ക് ടൈമിലൊക്കെ ജക്സൺ എവിടെ നടക്കുമ്പോൾ ഞാൻ ഷെയ്ൻ്റെ ഹീറോയിനാണ്. ഞാൻ പറയും ഇവൻ കബഡി പ്ലെയർ ആയതുകൊണ്ട് ഇവൻ എനിക്ക് സംടൈംസ് അവിടെ കോർട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ള പ്ലേയേഴ്സിന് പറഞ്ഞു കൊടുക്കാനും ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസിന് ഹെൽപ്പ് ആവും. ശരി, അപ്പൊ ഇവനെ വിളിച്ചാൽ ഇവൻ ഷെയ്ൻ്റെ ഹീറോയിൻ പറയും, ഇവനെ വിളിച്ച ഇവനോടെ. ഞങ്ങള് ഷൂട്ട് തുടങ്ങുന്നതിന് തന്നെ ഒരു 40 ദിവസം തൊട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും കൂടെ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ഈ ബോണ്ടിങ്ങിലേക്ക് എത്താൻ ഷൂട്ടിന് മുമ്പ് തന്നെ സംഭവിച്ചു. അതൊരു വലിയ റീസണാണ്. അപ്പൊ പറഞ്ഞല്ലോ നേരത്തെ എനിക്ക് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. സ്റ്റണ്ട് ട്രെയിനിങ് ഉണ്ടായി 15 ദിവസം, 25 ദിവസം കബഡി ട്രെയിനിങ് ഉണ്ടായി. അപ്പൊ ഈ ട്രെയിനിങ് പ്രോസസ്സിൽ തന്നെ ആദ്യത്തെ ഒരു ജെല്ലാവാൻ ഓട്ടോമാറ്റിക്കലി, അതും ഇത്രയധികം തിക് ഫ്രണ്ട്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു ബോണ്ടിങ്ങിലേക്ക് നമുക്ക് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എത്താൻ പറ്റിയെന്നുള്ളതാണ്. അതാത് ക്യാരക്ടേഴ്സിലേക്ക്. അതെ, അത് മാത്രമല്ല ഈ പല സിനിമകളും ഷൂട്ട് ചെയ്യുമ്പോൾ സ്കെഡ്യൂൾ ബ്രേക്ക് എന്ന് പറഞ്ഞ വലിയ സംഭവമുണ്ട്. പക്ഷെ ഇത് നോൺ സ്റ്റോപ്പ് ആയിട്ട് കണ്ടിന്യൂസ്ലി 92 days ആൻഡ് 92nd day ആണ് പാക്കപ്പ് ചെയ്യുന്നത്. അതും മേ ബി അതിന് കുറെ കാര്യങ്ങൾ ചിലപ്പോൾ വേണമെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആവാം, കാരണം ഒരു ഗ്യാപ്പ് പോലും ഇല്ല. പക്ഷെ നിങ്ങളുടെ ആ ബോണ്ടിങ് കൊണ്ടും ഇറ്റ് വാസ് ലൈക്ക് എ ബാങ് ഓൺ ആയതുകൊണ്ടല്ലേ. തീർച്ചയായിട്ടും ആ ഒരു അതിന് ഉറപ്പായിട്ടും നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടത്, അങ്ങനെ ഷൂട്ട് ചെയ്ത് ഒരു ഫസ്റ്റ് പടം കൊണ്ടുപോവാ എന്ന് പറഞ്ഞ ഉണ്ണീനെ നമ്മള് വലിയൊരു ആദ്യത്തെ സിനിമയാണ്, ഡ്രീം പരിപാടിയാണ്. അത് നല്ല രീതിയിൽ അത് വർക്ക്ഔട്ട് ഔട്ട്പുട്ട് നല്ല രീതിയിൽ വന്നു, അത് റെസ്പോൺസും കിട്ടുകയാണ്. അത് എളുപ്പമല്ല ബ്രോ. ഒരു ഷെഡ്യൂളില് ഇത്രയും വലിയൊരു ക്രൂ, അതായത് ഒരു ചെറിയ പടം എടുത്തിട്ടല്ല ഉണ്ണി സ്റ്റാർട്ട് ചെയ്തത്. ഉണ്ണി തുടങ്ങിയത് തന്നെ എന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ പടം എടുത്തിട്ട് ഉണ്ണിയുടെ ഫസ്റ്റ് പടം. എനിക്ക് ഞാൻ ന്യൂ കമറാണ്. അതെ, ന്യൂ കമർ എന്നും പറഞ്ഞ് വന്നിട്ട് മറ്റേ ബിഗ് സ്കെയില് പടം ചടക്കി അല്ലേ. ഈ പ്രത്യേകിച്ച് ഈ ക്രൗഡ് സീനുകൾ വരുമ്പോഴത്തേക്കും ഒരു ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് അവിടെ ചെറുതായിട്ട് ഒരു ഒന്ന് പതറും. ഉണ്ണി നിന്നു. അതിന്റെ കൂടെ തന്നെ അലക്സേട്ടൻ, നമ്മൾ പറയേണ്ട പേരാണ് അലക്സേട്ടൻ, ക്യാമറമാൻ. പിന്നെ നമുക്കുണ്ടായി ശ്രീലാലേട്ടൻ ഉണ്ടായി, നമ്മുടെ അസോസിയേറ്റ് എല്ലാം ഉണ്ടായി. ശബരി ഉണ്ണിയുടെ വലങ്കയാണ്, ഉണ്ണിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് ശബരി. അപ്പൊ ഇവരെല്ലാരും കട്ടക്ക് നിന്ന് നമ്മളെല്ലാ ഇപ്പൊ ആക്ടേഴ്സ് ആയാലും ക്രൂ ആയാലും കട്ടക്ക് നിന്ന് തീർത്ത 92 days ആണ്. അത് മാത്രമല്ല ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതായിട്ടായിരുന്നു ഷൂട്ടിംഗ് സമയത്ത് റെക്കോർഡ് 92 days സിംഗിൾ ഷെഡ്യൂൾ ഷൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തത്. സോ ടീം വർക്ക് എന്നതിലുപരി പ്രൊഡക്ഷൻ തന്ന സപ്പോർട്ടും ഭയങ്കര വലുതാണ്. അതായത് ഇപ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ ഈ ബ്രേക്ക് വരുന്നത്, നമ്മളിപ്പോൾ 60 ദിവസം ഷൂട്ട് ചെയ്ത് 61ാമത്തെ ദിവസം നമുക്ക് വേണ്ട ലൊക്കേഷൻ അവൈലബിൾ ആവുന്നില്ല. അത് ബ്രേക്കാണ്. 5 ദിവസം കഴിഞ്ഞ് അവൈലബിൾ ആവുന്നുള്ളൂ, ബ്രേക്ക് വരികയാണ്. അപ്പോൾ അത് ബ്രേക്ക് ആവരുതെന്ന് പറഞ്ഞ് ആവശ്യത്തിൽ കൂടുതൽ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് നമുക്ക് ആ ലൊക്കേഷൻസ് അവൈലബിൾ ആക്കി തരുന്ന പ്രൊഡ്യൂസേഴ്സ് സന്തോഷ് സാറിലും മിനിച്ചേട്ടനായാലും ആ എഫേർട്ടും കൂടെ കൊണ്ടാണ് അത് നടന്നത്, ആ 92 days. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രൂ, ഇപ്പോൾ അലക്സേട്ടൻ, ഇപ്പോൾ അതുപോലെ തന്നെ ശ്രീലാലേട്ടൻ, ശബരി, രണ്ട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്,
ക്യാമറ അസോസിയേറ്റ്സ് ഇവരെല്ലാവരും കട്ടയ്ക്ക് നിന്ന പോലെ തന്നെ ഇവരുടെ എഫേർട്ടും കൂടെ അതിൽ ഭയങ്കര ബാധകമാണ്. നമ്മളിപ്പോൾ ഒരു കബഡി ഷൂട്ട് ചെയ്തിട്ട് അന്ന് രാത്രി ഫൈറ്റിന്റെ ചിലപ്പിട്ട് എടുത്തിട്ടുണ്ട്. സോ 6 to ഇവിടുത്തെ കോൾ ഷീറ്റ് ഭയങ്കര ടൈം ഉണ്ടാവുമല്ലോ. സോ ദെൻ അത് മൊത്തം കഴിഞ്ഞ് രാത്രി വീണ്ടും ഫൈറ്റ് എടുക്കുന്നു, വീണ്ടും കബഡി എടുക്കുന്നു. അപ്പോൾ ഫിസിക്കലി ടയേർഡോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിച്ചില്ല. എല്ലാവരും ആ ഒരു വൈബിൽ എത്തിയതുകൊണ്ട് എല്ലാവരും ഒരു എനർജിയിലാണ് ക്ലൈമാക്സ് ഏരിയാസ് ഒക്കെ മൊത്തം കണ്ടിന്യൂസ് ഫൈറ്റ് ആണ്. അതും നേരത്തെ ഞാൻ പറഞ്ഞ നോ റോപ്പ് നോ ചോദിക്കാൻ നോ ഡു നോ റോപ്പ്, അതാണ് സംഭവം കൊണ്ടുവന്നിരിക്കുകയാണ്. അതെ, അതുകൊണ്ട് തന്നെ ഇവര് ആ സമയത്തൊക്കെ ഇവർക്ക് ബ്രേക്ക് ചോദിക്കാം, ഒരു 10 ദിവസം ബ്രേക്ക് എടുത്തിട്ട് ഫൈറ്റിലോട്ട് കിടക്കാം എന്നൊക്കെ പറയാം. പക്ഷെ അതിലോട്ട് കടന്ന് അത് ഗംഭീരമായി ചെയ്തെടുക്കുന്നതിലാണ് ആർട്ടിസ്റ്റ് ഷെയ്നും പിന്നെ ഇവരും പുതിയ ജക്സൺ എല്ലാവരും അതിൽ ഒരുപാട് കൈയടി അറിയിക്കുന്നു. ശിവ, എന്തുണ്ട് വിശേഷം? ഈ വർഷം ഇതുവരെ അടിപൊളിയാണ്. അതാണ് വിശേഷം. ബൾട്ടി തന്നെയാണ് വിശേഷം. മെയിൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര അടിപൊളി ക്രൂ. എന്താ പറയാ, ജിംഖാന അത്യാവശ്യം നന്നായിട്ട് തിയേറ്ററിൽ പോയി. അതിന്റെ ബൾട്ടി ഇപ്പൊ ബൾട്ടിയിലുള്ള ക്യാരക്ടർ ആണെങ്കിലും ഒരു ത്രൂ ഔട്ട് പരിപാടി. അതും ഷെയ്ന്റെ കൂടെ ശാന്തനു, അതെ, തിക് ഫ്രണ്ട്സ് പരിപാടി. ജിംഖാനയിൽ എനിക്ക് സത്യം പറഞ്ഞ വിഷമം ഉണ്ടായിരുന്നു, ബോക്സിംഗ് ഇല്ലാതൊക്കെ പറഞ്ഞിട്ട്. ഇതിനകത്ത് വന്നപ്പോ തീരുമാനമായി. ആ വിഷമം എല്ലാം മാറി കിട്ടി. എല്ലാം ഉണ്ട്. 6-7-8 ഫൈറ്റ് ഉണ്ട്. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് സമയം മുതലേ എല്ലാവരും ഭയങ്കര പോണി. ഇപ്പൊ ഷെയ്നാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ദിവസം കണ്ടപ്പോ തൊട്ട് തന്നെ അത് നമ്മളെ കംഫർട്ട് ആക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, നമ്മുടെ കൂടെ തന്നെ നിർത്തി നമ്മുടെ ട്രെയിനിങ്ങിന്റെ സമയം മുതൽ. ഇപ്പൊ നമുക്ക് 15 ദിവസം APNs പറഞ്ഞ ശ്രാവണിന്റെ അവിടെ ആയിരുന്നു ട്രെയിനിങ്. അത് ഈ കുത്തിമറിയൽ കുത്തിമറിയൽ പരിപാടി കുറെ ഉണ്ടല്ലോ അതിനകത്ത്, പാർക്കോർ പരിപാടിയൊക്കെ 15 ദിവസം ട്രെയിനിങ് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഈ 25 ദിവസം രമേശ് സാറ് കബഡി 2 നേരം 3 മണിക്കൂർ വെച്ച് രാവിലെ വൈകുന്നേരം പാലക്കാട് ഇതില്. അയ്യോ, അപ്പൊ അങ്ങനെ ഒരു 40 ദിവസം നമ്മള് കൂടെ ഉണ്ട് പടം തുടങ്ങുന്നതിന് മുന്നേ തന്നെ. അങ്ങനെ പിന്നെ ഷൂട്ട് തുടങ്ങി. ഷൂട്ടും ഈ പറഞ്ഞ പോലെ ഭയങ്കര അത്യാവശ്യം ഒരുപാട് എഫേർട്ട് വേണ്ട ഷൂട്ടാണല്ലോ. അപ്പൊ ക്രൂ മൊത്തം ഇപ്പൊ എല്ലാവരും എന്താ പറയാ, ഇപ്പൊ അലക്സാണ്ടറാണെങ്കിലും ഉണ്ണിയാണെങ്കിലും ഉണ്ണിയുടെ ഡയറക്ഷൻ ടീമിലുള്ളവരും പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവരും ഭയങ്കര നമ്മളെ എന്താ പറയാ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ അത്രയും അടിപൊളിയായിട്ട് എല്ലാവരും. ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ആർക്കും ഒരു ഈഗോ പരിപാടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഈ സിംഗിൾ ഷെഡ്യൂളിൽ എല്ലാവർക്കും ഒറ്റ ഇത് ഉണ്ടായിരുന്നില്ല. എത്ര എഫേർട്ട് ഇട്ടാണെങ്കിൽ ഈ സാധനം ഏറ്റവും അടിപൊളിയാണ്. ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഒന്ന് ഉണ്ണി, പിന്നെ ഉണ്ണിക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൊഡ്യൂസർ സന്തോഷ് സാർ, ബിനു ചേട്ടൻ. എന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കും. കാരണം അത്രയും കോൺഫിഡന്റ് ആണ് ഉണ്ണിയുടെ മേൽ. ഉണ്ണി അത്രയും കോൺഫിഡന്റ് ആയതുകൊണ്ടാണ്. അത് തന്നെയാണ് നമുക്കിപ്പോ റിസൾട്ട് വന്നേക്കുന്നത്. അങ്ങനെ അപ്പുറത്തെ ടീമിലെ കബഡിയിലെ സ്ട്രോങ് പ്ലെയർ ആയിട്ടുള്ള ഷോമാൻ, നോർമലി അങ്ങനെ തന്നെ ആയിരുന്നു ലൊക്കേഷനിലൊക്കെ. ആള് പാവമാണ്, പക്ഷെ തെറ്റിദ്ധരിക്കപ്പെടും, അത്രേ ഉള്ളൂ. പെട്ടെന്നുള്ള ഇത് കാരണം അങ്ങനെ കാണുമ്പോ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ ഇല്ലയോ എന്ന് തോന്നുന്നു എന്നൊരു ഡൗട്ട്. ആള് സിമ്പിൾ, ആള് ഭയങ്കര പാവാ. ജക്സൺ അവിടെ നിന്ന് പറഞ്ഞു ഒരു ലോട്ടറി എടുക്കട്ടെ. ഓക്കെ, അല്ല ജക്സൺ ഇതിലേക്ക് വരുമ്പോഴേ ആദ്യം പറഞ്ഞ പോലെ തന്നെ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്, ആൻഡ് മെയിൻ റോളുമാണ്. അപ്പോൾ അത് ഐസ് ബ്രേക്ക് ചെയ്യാന്നൊരു വലിയൊരു കാര്യം. ഇപ്പം ഷെയ്ൻ അറിയാമല്ലോ, ഷെയ്ന് ആൾക്കാരെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയുണ്ട്. പുതിയ ആൾക്കാർ വരുവാണെങ്കിലും അത് എങ്ങനെയായിരുന്നു ആ ഒരു ഐസ് ബ്രേക്കിംഗ്? അപ്പൊ ആദ്യം ഷെയ്ൻ കാണുന്നത് മറ്റേ പാർക്കറിന്റെ പരിപാടി പഠിക്കാൻ പോകുമ്പോഴാണ്. അപ്പൊ അവിടെ എല്ലാം ബോൺ ബ്രേക്കിംഗ്. ഐസ് വെച്ചിരുന്നു, ഐസ് വെച്ച് പെടലിക്കും നടുവിലൊക്കെ ഐസ് വെച്ചായിരുന്നത്. എന്താന്നറിയോ ബ്രോ, ഇത് ഫിസിക്കൽ സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോ ഒരു ടീം ഗെയിമിലേക്ക് ഇറങ്ങുമ്പോ കബഡി, ഫുട്ബോൾ, വാട്ടെവർ, നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യുമ്പോൾ തന്നെ ഒരു ബോണ്ട് വരും. കാര്യം എല്ലാവർക്കും വേദന ഒന്നാണല്ലോ ശരീരം. അപ്പൊ ഒരുത്തന്റെ ചിലപ്പോ ഇവനെ എനിക്ക് എത്ര തവണ മറ്റേ ഇതൊക്കെ എടുത്ത് മറ്റേ ഒടിച്ചു തരിക, ഇങ്ങനത്തെ സാധനങ്ങൾ അത് തനിയെ വരുന്ന ഒരു സാധനം വരും. ട്യൂഷൻ ക്ലാസ്സിൽ തല്ലുകൊണ്ട് കഴിഞ്ഞാൽ 4 പിള്ളേർ ഒരുമിച്ചിരുന്ന് കാര്യം വേദന എല്ലാവർക്കും ഒന്നാണെന്ന് പറയുന്ന പോലെയാണ്. നീ പറഞ്ഞു പറയൂ. അല്ല, ഇത് ഇപ്പൊ 92 ദിവസം അടുപ്പിച്ച് പോകണം. അതിന്റെ ഇടയിൽ ഒരു പരിക്ക് പറ്റിയാൽ മതി നമുക്ക് ഈ ഷെഡ്യൂൾ ബ്രേക്ക് ആയി പോയാൽ. പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പ്രീ പ്രൊഡക്ഷനിൽ മുന്നേ കിട്ടേണ്ട പരിക്കൊക്കെ ആദ്യമേ കിട്ടി അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ പറയുന്നില്ല, പിന്നെ സ്പോയിലർ ആവണ്ട. അല്ല, അത് മെയ് വഴക്കം ആക്കി എടുത്തു എല്ലാവർക്കും. അതായത് തലകുത്തി മറിയ, ചാടി മറിയ, ഇതൊക്കെ ചെയ്ത് അപ്പൊ നമുക്ക് പരിപാടി ഷൂട്ടിന്റെ സമയത്ത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പരിക്കില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും ചെയ്തു.
എന്നാലും പരിക്കുകളുണ്ടായത് എനിക്ക് പറ്റും. ഓക്കെ, നമുക്ക് ടൈമിന്റെ കുറച്ച് ഇതുള്ളതുകൊണ്ട് നമുക്ക് ചെറിയൊരു സെഗ്മെന്റ് പിടിക്കാം. പിന്നെ സെറ്റ് ഇതിനെ റിലേറ്റ് ചെയ്ത് തന്നെ ആക്കട്ടെ. ഓക്കെ, ബൾട്ടി സിനിമയിൽ ഇതിലൊരു ഗ്യാങ് വാർ പരിപാടി എന്ന് പറയാം. രണ്ട് ടീം, അതായത് അങ്ങനെ ഒരു സംഭവമാണ്. അതുപോലെ ഒരു റിയൽ ലൈഫിൽ നടന്ന, അങ്ങനെ ഗ്യാങ് വാർ ഒന്നും ഉണ്ടായിട്ടുണ്ടാവത്തില്ല, പക്ഷെ എന്നാലും ഒരു 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 ഫൈറ്റ്, എപ്പോഴെങ്കിലും ഒരു ഫൈറ്റ് എന്ന് കേൾക്കുമ്പോൾ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഫിസിക്കലി ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കോളേജിൽ ചിലപ്പോൾ വാർ ഗ്യാങ്സ് ഉണ്ടാവാം ഉണ്ടെങ്കിൽ, ഏതായിരിക്കും മൈൻഡിൽ വരുന്നത്? ഷെയ്ൻ പറയുകയാണെങ്കിൽ. എത്രയൊന്നും പറയില്ല, അടിയൊന്നും നടന്നിട്ടില്ല. അടി നടന്നേനെ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഈ ഞാൻ പഠിക്കുന്ന കോളേജ്, നമ്മൾ ഒരു കോളേജായിരുന്നു. ബ്രോ MBA ആയിരുന്നു, ഞാൻ ബിടെക്. ഒരു കടയിലായിരുന്നു ഞങ്ങൾ ചായ കുടിക്കാൻ പറ്റും. അങ്ങനെയാണ് അന്ന് കണ്ടുവരുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് ഇയർ കുറച്ചായപ്പോഴത്തേക്ക് എനിക്ക് ഈ കോളേജ് ബസ്സിൽ പോയിട്ട് ശരിയാവണില്ല. കാരണം ജീവിതത്തിൽ മുഴുവനായിട്ട് ഡിപ്രഷൻ. കാര്യം പഠിക്കണത് സെറ്റ് ആവണില്ല, ഒരു രീതിയിൽ ശരിയാവണില്ല അവിടുത്തെ പ്രോഗ്രാം. അപ്പൊ ഈ കോളേജ് ബസ്സെങ്കിലും ഞാൻ ഒഴിവാക്കാൻ നോക്കാം. അപ്പൊ എനിക്ക് ഫ്രീ ആയിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് വരാൻ നോക്കി സ്കൂട്ടർ എടുത്തോണ്ട് പോയി, മഞ്ഞ വെസ്പ. അപ്പൊ ഇത് എടുത്തോണ്ട് പോയപ്പോഴത്തേക്ക് അവിടുത്തെ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഞാൻ നൈസായിട്ട് പുറത്തൊക്കെ പാർക്ക് ചെയ്ത് പോയി. ഒരു ദിവസം നോക്കുമ്പോഴത്തേക്കും വണ്ടി പഞ്ചറാക്കി വെച്ചേക്കും. അതിനകത്ത് എന്താണ് ഗെയിം മനസ്സിലാവുള്ള. അങ്ങനെ ഞാൻ പോയി അവിടെ ഉന്തി ഒരു വലിയ കയറ്റമാണ്, നമുക്കറിയാലോ, അവിടെ പഠിച്ചവർക്ക് അറിയാം. അങ്ങനെ കയറി അങ്ങനെ പോയി പഞ്ചറൊക്കെ ഒട്ടിച്ച് പിറ്റേ ദിവസം വന്നപ്പോ ഇതേ സീൻ പഞ്ചറൊക്കെ ഒട്ടിച്ചു വന്നത്. പിന്നെയാണ് ഒരു സീനിയർ വന്നിട്ട് ഫസ്റ്റ് ഇയേഴ്സിനോട് ആരാടാ വണ്ടി എടുക്കാൻ പറഞ്ഞതൊക്കെ പറഞ്ഞുള്ള അങ്ങനത്തെ കലിക്ക്. അതായത് അകത്ത് കയറ്റില്ല വണ്ടി നമുക്ക് ഫസ്റ്റ് ഇയേഴ്സിന് കോളേജ് ബസ് മാത്രമേ ഉള്ളൂ, സ്കൂട്ടർ ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഞാൻ അതിന് ശേഷം വണ്ടിയിലേ പോയിട്ടുണ്ട്. ഞാൻ നമ്മൾ അങ്ങനെ പറഞ്ഞാ പിന്നെ വണ്ടി കയറ്റി വെച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെയല്ല, വണ്ടി അങ്ങോട്ട് കോളേജിന് പെർമിഷൻ ഇല്ല, കോളേജിലും കയറ്റി സമയമില്ല. പക്ഷെ ഇവര് പുറത്ത് ഞാൻ പാർക്ക് ചെയ്യണ കണ്ടപ്പോഴുള്ള കാര്യം എല്ലാവർക്കും യൂണിഫോം ഓരോ ഇയേഴ്സിനും വെവ്വേറെ, അതുകൊണ്ട് പെട്ടെന്ന് പിടിക്കും നമ്മൾ. പിന്നെ അതിനുശേഷം ഞാൻ ഒളിപ്പിച്ചൊക്കെ വെച്ച് നൈസായിട്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും. എന്നിട്ട് കയറ്റത്തൊക്കെ ഇടയ്ക്ക് നിർത്തുന്നു, അപ്പുറം ചായക്കട. അടി പൊട്ടണ ഇൻസിഡന്റുകൾ, അടി പൊട്ടാൻ സാധ്യതയുള്ള ഇൻസിഡന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അടിക്കാൻ അങ്ങനെയുള്ള ഒരു റിയൽ ലൈഫില് ആണ്. ഓക്കെ, ഒരു രണ്ട് ഇൻസിഡന്റ് ജക്സൺ. അക്ഷയ് ജക്സന്റെ ലൈഫിൽ ഷോ കഴിഞ്ഞിട്ട് കാപ്പാക്കത്തിൽ പ്രതിയാന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു. വെറുതെ പറയാ. അല്ലല്ല, അക്ഷയ് UKG ഒരു കഥ UKG തോറ്റാ മുതലേ ഉണ്ടായിച്ചോ. ആ UKG ചെറിയ കൊണ്ടായിരുന്നു ഞാൻ. അല്ല, അപ്പൊ തോപ്പിച്ചിരുത്തി. അപ്പൊ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിട്ടേ അപ്പൊ ചെറുപ്പത്തില് അങ്ങനെ തല്ലി വളർത്തിക്കൊണ്ട് UKG കൊണ്ടാ UKG കൊണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഷർട്ടൊക്കെ തന്നിട്ട് എന്താടാ എനിക്ക് തല്ലണോന്ന് ചോദിക്കും. അപ്പൊ പേടിക്കും, ശക്തി കാണണം. അപ്പൊ എനിക്ക് മനസ്സിലായി കാസ്റ്റിംഗ് കറക്റ്റ് ആയിരുന്നു. ജക്സൺ 40 പേരൊക്കെ ഒരുമിച്ച് ഇടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പടത്തില് ഇല്ല, അങ്ങനെ നമുക്ക് എല്ലാവർക്കും ചെറിയ ഇടി അത് നമുക്ക് ഓപ്പൺ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, നമുക്ക് കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അത് സ്കൂൾ ടൈമിൽ, അതൊക്കെ ആ സമയത്തിന്റെ പ്രായത്തിന്റെ. അല്ല, നമ്മുടെ സിനിമയിലെ കരി സീക്വൻസ് എന്റെ ലൈഫിൽ നടന്ന ആണല്ലേ സംഭവം. അതായത് എന്റെ നാട്ടിലാണ് ആ ഇതുള്ളത്, വേലക്ക് കരി തേച്ചിട്ട് ശരി പിള്ളേരിങ്ങനെ പിരിക്കാനായിട്ട് പോകും. ചില വീടുകളിൽ പോയി കഴിഞ്ഞാൽ പൈസയൊക്കെ പിരിച്ചവർ പോകും. ചിലവർ എന്താ വെച്ചാൽ എന്തെങ്കിലും മുട കാണിക്കുമല്ലോ, പൈസ നെല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവരെന്തെന്ന് വെച്ചാൽ ചുമ്മാ അങ്ങനെ കരിയൊക്കെ പുറത്ത് തേച്ചിട്ട് പിള്ളേർ അവർ ആ സമയത്ത് ഏജിൽ അപ്പോൾ ഒരു SLC 8, 7 ആ സമയത്തൊക്കെ. അപ്പൊ അതിന്റെ പുറകെ ഒരു പ്രശ്നം ഉണ്ടാവുകയും അപ്പോൾ പിള്ളേരെ തല്ലുകയും ദെൻ അടുത്ത ഇവരുടെ സീനിയർ ചേട്ടന്മാർ വന്ന് അടി ഉണ്ടാക്കുകയും ആ സീക്വൻസ് മൊത്തം ലൈഫിൽ നടന്ന ഒരു സംഭവം എടുത്ത് എഴുതി. ദെൻ ഇവര് ഇപ്പൊ വേലമ്പാളയം ടീം ഇവര് മുടയാണ് പ്രശ്നം ഉണ്ടാക്കിയ തിരിച്ചടിക്കുന്നത് നമുക്ക് കാണിക്കണം. അതിന് നമുക്ക് പല രീതിയിൽ എഴുതാം. സോ ജീവിതത്തിൽ നിന്ന് ഒരു സീൻ എടുത്ത് എഴുതുമ്പോൾ എനിക്കും അതൊരു കണക്ഷനാണ്. ദെൻ അത് കുറച്ചുകൂടെ ലൈവായിട്ട് വിഷ്വലി ആ ബ്ലാക്ക് കളേഴ്സും ആ ഒരു ബോർഡറിലുള്ള പരിപാടികളൊക്കെ വരാൻ കാരണം ഒരു പക്ഷേ ലൈവ് ഇൻസിഡന്റ് എടുത്ത് വെച്ചുകൊണ്ടായിരിക്കും. ശിവയുടെ ലൈഫിലോ? അല്ല, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്. അപ്പൊ പിന്നെ അറിയാലോ, അതാ പറഞ്ഞ അപ്പൊ പിന്നെ ഉണ്ടാവുമല്ലോ. അവിടെ അടി ഉണ്ടാകുന്ന എന്തിനാ? ക്ലാസ്സിലത്തെ ഒരുത്തൻ, നമ്മുടെ ക്ലാസ്സിൽ പെമ്പിള്ളേരില്ലല്ലോ അളിയാ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരുത്തൻ പോയിട്ട് അപ്പുറത്തുള്ള ECO ട്രിപ്പിളിലോ ഇതിനെ വളച്ചോണ്ട് വരും. അതിന് നമ്മൾ കൊള്ളുമ്പോ എല്ലാരും കൂടെ കൊള്ളും, തിരിച്ചു കൊടുക്കുമ്പോ എല്ലാരും കൂടെ കൊടുക്കും. അപ്പൊ അങ്ങനെ
റൈറ്റ് കാസ്റ്റിംഗ് അത് ഓക്കെ. അന്ന് കൈ ഒടിഞ്ഞില്ലോ? എപ്പോഴാ ഇടി ഉണ്ടായപ്പോ കൈ ഒടിഞ്ഞു. ഏത് ഇടിയിൽ? ഇടി കൊണ്ടിട്ട് നമ്മുടെ ഷൂട്ടിംഗ് കോളേജില് അല്ല, നമ്മുടെ ഷൂട്ടിന് ശരിക്കും തല്ലുകൊണ്ടിരുന്നത് ശരിക്കും ജക്സൺ ആണ്. അതായത് നമ്മുടെ പടത്തിൽ എന്തോ പറയും സംഭവം ജക്സന്റെ ആദ്യത്തെ പടമാണല്ലോ. അപ്പൊ എന്താ ആദ്യം സംഭവം, വന്നത് തന്നെ അതെ, ഒരു ലോട്ടറി കടയിൽ ഇപ്പൊ ജക്സണും ഷിവു ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു സീക്വൻസ് എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ലൈവ് ഒരു അമ്പലത്തിൽ ലൈവ് അമ്പലത്തിന്റെ പരിപാടി വരുന്നുണ്ട്. അപ്പൊ ഭയങ്കര കളർ, അവിടുത്തെ അഗ്നിചട്ടി, അവിടുത്തെ എല്ലാം ഉണ്ട്, കുടം എല്ലാം ഉണ്ട്. എല്ലാരും ഭയങ്കര ഇതായിട്ട് ഭക്തിയിൽ അവര് വരികയാണ്. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞോട് അടുത്ത് പോയിട്ട് ജസ്റ്റ് ഷൈലും ശാന്തനും അപ്പൊ വരാൻ പോകുന്നുള്ളൂ. അപ്പൊ ഇവന്റെ കടയിലത്തെ ഷോട്ട് എടുത്തു. അപ്പൊ കുറച്ച് സമയമുണ്ട്. അപ്പൊ കറക്റ്റ് ഇവര് ഈ പ്രൊസഷൻ ലൈവ് സാധനം വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവനോട് പോയിട്ട് ജസ്റ്റ് ചെറിയ ഡാൻസ് പോലെ കളിച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടെ വരാൻ പറഞ്ഞാ ഇവൻ നേരെ അഗ്നിചെട്ടിയുടെ ഇടയിൽ പോയിട്ട് ഇവൻ മുണ്ടൊക്കെ പൊക്കി ഒരേ ആടുകളും തന്നെ ഡാൻസ് കളി. അത് കണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഇതാരാന്ന്. അപ്പൊ ഇവന്റെ വിചാരം ഇത് ഞങ്ങള് സെറ്റ് ചെയ്തു. അതായത് നമ്മള് ഷൂട്ടിന് വേണ്ടി സെറ്റ് ചെയ്ത പ്രൊസഷൻ. അപ്പൊ അതിന്റെ ഇതിൽ കാണാൻ പറ്റും, ഒരു പുള്ളി അവന്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, കോളർ പിടിച്ച് ചോദിക്കുമ്പോ, ചേട്ടാ ഷൂട്ടിന് സെറ്റ് നിങ്ങൾ ആരാന്ന് ഇവൻ അങ്ങോട്ട്. അന്ന് അവിടെ വൻ പരിപാടികളാ. സെറ്റ് എന്നൊക്കെ വെച്ചാൽ എന്ത് രസമാണെന്നറിയോ? സെറ്റ് ഭയങ്കര രസമാണ്. ഭയങ്കര രസം. 50 ജൂനിയേഴ്സ് അല്ലേ, അതിൽ 25 ചേച്ചിമാര് തലയിൽ ഇതൊക്കെ വെച്ച് വരുന്നു. ഭയങ്കര രസം. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേ ഉണ്ണിച്ചേട്ടൻ മേടാ സംഭവം വരുന്നുണ്ട്, അവിടുന്ന് കയറി ഡാൻസ് കളിച്ചോളാൻ പറഞ്ഞു. ഞാനും ഇവനും നൈസായിട്ട് പോയി. ഇവൻ അറിയായിരുന്നു പരിപാടി. ഇവനൊരു വാക്കോ നിന്നോട് വാക്കല്ല, ഇവനോട് എന്ത് പറഞ്ഞിട്ട് കാര്യം. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഇവനോട് പറയുന്നുണ്ട്, എടാ ജക്സ ചൂടാവില്ല. ഇവൻ അയാളോട് തട്ടി കയറിക്കൊണ്ടിരിക്കുക. ഞാൻ അടുത്ത് നിന്നിട്ട് ഡാൻസ് കളിച്ചിങ്ങ് തുടങ്ങി. അപ്പം ഒരു ചേട്ടൻ, അസോസിയേറ്റ് ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ ഓടി വന്ന് ഇടയ്ക്ക് അകത്തോട്ട് കയറാം. ഭയങ്കര കളി. ഒരു ചേട്ടൻ വന്നു, എന്നടാ പെണ്ണിനെ എടുത്തു വന്ന് കളി. ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ വിചാരിച്ചത് ഇവര് തെറ്റ് ചെയ്തേക്കുമായിരുന്നു. അല്ല ഞാൻ പരിസരത്തോലും പോകത്തില്ല. എന്തോ ഭാഗത്ത് ഇടി കിട്ടാതെ. എന്നിട്ട് ലാസ്റ്റ് അവിടുത്തെ അമ്പലത്തെ പൂജാരേക്ക് വന്നു വൈകുന്നേരം. എന്തോ സാധനമൊക്കെ ചരടൊക്കെ ചെവിച്ചു കൊടുത്തു. ഇത്രയൊന്നും ദേഷ്യം പാടില്ല ചെറുപ്പക്കാർക്ക് എന്നൊക്കെ പറഞ്ഞു. കിട്ടിയോ? കൈ കിട്ടിയത് എന്നെയോ? ഇല്ല, ഞാൻ രക്ഷപ്പെട്ടല്ലോ. പിന്നെ കുഴപ്പമില്ല. നേരത്തെ ഷെയ്ൻ മറ്റേ കോളേജിന്റെ കാര്യം പറഞ്ഞില്ലേ, സ്കൂട്ടറിന്റെ കാര്യം. അപ്പോൾ ഞാൻ അത് വെച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ആ ടൈമിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 4-5 ഇയേഴ്സ് ഒക്കെ ആയിട്ട് ഇപ്പം ഷെയ്നെ നമുക്ക് കാണുന്ന ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് സ്റ്റാൻഡിലും ഷോർട്ട് കട്ടായിട്ട് സംസാരിക്കുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് ഇയേഴ്സ് ആയിട്ട് നോക്കുമ്പോൾ റിഫൈൻഡ് ആയി, കുറച്ചും കൂടെ അതിന്റെ മച്യൂരിറ്റി ഒന്നും ഞാൻ പറയത്തില്ല, പക്ഷെ ഐ മീൻ ഒരു റിഫൈൻഡ് ആയി ഷെയ്നെ മനസ്സിലായി. അതിന്റെ ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺ എന്തായിരിക്കും? അനുഭവങ്ങൾ ആണ്. അല്ല, അത് എവല്യൂഷന്റെ ഭാഗമാണ്. മനുഷ്യര് മാറിക്കൊണ്ടിരിക്കും. അടുത്തൊരു 6 മാസത്തില് എനിക്കും ഉണ്ടാവും മാറ്റം, എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടാവും. എന്റെ മാറ്റങ്ങൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു മാസ്ക് ഇട്ടിട്ട് ഇതാണ് ഷൈനികം എന്ന് പറഞ്ഞാൽ ആദ്യം പോലും നിന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ മാറ്റം മനസ്സിലാവണത്. ഇപ്പൊ അഭിനേതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ ഒരു രൂപത്തിലോ ഭാവത്തിലോ ഞാൻ നിന്നിട്ടില്ല ആദ്യം മുതലേ. ഞാൻ എങ്ങനെയാണോ അന്നത്തെ ദിവസം, ഇന്നിപ്പോ എനിക്ക് പനിയാണ്, ഇന്ന് എനിക്ക് ഭയങ്കര ശാരീരിക തളർച്ചയുണ്ട്, ഇതിലാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കണത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇത് ഞാൻ ഒളിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ വേറൊരാളാന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇത്ര അഭിനേതാവാന്ന് കാണിക്കാനോ ഞാൻ ഇങ്ങനത്തെ ഒരു മനുഷ്യനാന്ന് കാണിക്കാനോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ആദ്യം മുതൽ എങ്ങനെയാണോ ഞാൻ ഉള്ളത് അങ്ങനെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അന്ന് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ദേഷ്യമായിട്ട് പെരുമാറിയത്. അത് ഇന്ന് എനിക്ക് ഇല്ലാത്ത എന്താന്ന് വെച്ചാൽ ഞാൻ തിരിച്ചറിഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, റിയലൈസ് ചെയ്ത്. ഞാൻ ഇങ്ങനെയാണ്. മനുഷ്യരുടെ ഓരോ വികാരങ്ങളാണ്, അത് മറച്ചു അല്ല. അത് ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിനകത്ത് എനിക്ക് ഭയങ്കര ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ല, അത് ഇങ്ങനെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളുകള് കുറച്ചും കൂടി, അതായത് ഇവനെ പറ്റി പറയാം, അത് വേറെ. അല്ല, ആള് ഭയങ്കര സ്വീറ്റ് ആണ്. അത് മനസ്സിൽ വയ്ക്കുന്ന ആൾക്കാരല്ല അത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണ്. ആസ് ആൻ ആക്ടർ, ആസ് എ വ്യക്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ട് ജക്സനെ ഇഷ്ടമുള്ളതല്ല, ഇഷ്ടമാണ്. ജക്സനെ ശിവനെ ഒത്തിരി ഇഷ്ടമാണ്. നമ്മള് ബ്രദേഴ്സ് പോലെ തന്നെയാണ്, നമ്മള് ഫ്രണ്ട്സ് എന്നുള്ളൊരു നല്ല
കൂടപ്പറപ്പുകളുടെ പോലെ തന്നെയാണ് നമ്മള് സെറ്റിൽ ഉണ്ടായിട്ടുള്ളത്. സിനിമ പോലെ തന്നെ അല്ലേ? എന്തിനും ഏതിനും കട്ടക്ക് ഉണ്ണി നിൽക്കുന്നു. പിന്നെ ഫുൾ തിരക്കായോണ്ട് നമുക്ക് അങ്ങനെ സമയം കിട്ടില്ല. തിരക്കുന്നത് വേറെ എവിടെയോ ആണ് അങ്ങനെ പോയിരിക്കുന്നെന്ന് പറയുന്ന പോലെ. ഫുള്ള് തലയിൽ ഇവിടെ ആ സമയത്ത് ഞാൻ ഉണ്ടാവില്ലല്ലോ. കമ്പനി അടിക്കുമ്പോഴൊക്കെ ഉണ്ണിനെ മിസ് ചെയ്തിട്ടുണ്ട്. കാര്യം വേറൊന്നും കൊണ്ടല്ല, അവിടെ സെറ്റില് ഇത്രയും വലിയൊരു സെറ്റപ്പ് വെക്കണമെങ്കിൽ ഡയറക്ടർ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഡയറക്ടർ ഓരോരുത്തരും ഓരോരുത്തർ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് നമ്മളോട്. നമുക്കപ്പൊ ഇത് സെറ്റ് ചെയ്യുന്ന ടൈമിലെല്ലാം ഞങ്ങൾക്ക് അത്യാവശ്യം ഫ്രീ ടൈം ഉണ്ട്. ഷൂട്ടിന്റെ ടൈമിൽ ഇപ്പൊ ഒരു ആക്സസ് മാറ്റി അപ്പുറത്തേക്ക് ക്യാമറ വെക്കുമ്പോൾ ലൈറ്റ് മാറ്റണം. ഇതിന്റെ ഇടയിലൊക്കെ ഞങ്ങൾക്ക് ടൈം ഉണ്ട്. പക്ഷെ അവിടെ അപ്പോഴും പണി തന്നെയാണല്ലോ. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ മെൻഷൻ എനിക്ക് തോന്നുന്നു ജൂനിയേഴ്സ് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കരമായിട്ട് സഹായിച്ചത്. നമ്മുടെ പടത്തിൽ അഭിനയിച്ച ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ്, അതായത് കോയമ്പത്തൂർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നട്ടപ്പൊരു വെയിലാണ് അവിടെ. അപ്പൊ നമുക്ക് ഷോട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് മാറി വെക്കാം. പക്ഷെ അത്രയും ജൂനിയേഴ്സ് അവര് 3 ദിവസം നമ്മൾ കോയമ്പത്തൂർ കബഡി മാച്ച് ഷൂട്ട് ചെയ്തതിൽ എല്ലാവരും ഇരുന്ന് അവര് സിനിമയ്ക്ക് വേണ്ടി അവർക്ക് അവരെ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് എല്ലാവരും. ഒരു വലിയ സല്യൂട്ട്. അക്ഷയ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രതികരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഇന്നലെ മിനിങ്ങാന്ന് കണ്ടെങ്കിൽ ഒരു കമന്റ് കണ്ടു. അല്ല, വീഡിയോയിനകത്താണ്. വനിതാ വിനോദ തിയേറ്ററിൽ BMW വന്ന് അക്ഷയ് രാധാകൃഷ്ണൻ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് വളച്ച് നല്ല ഡ്രിഫ്റ്റാണ്. അതാണ് അത് ഇവൻ തന്നെ മറ്റേ അക്കൗണ്ട് പോസ്റ്റ് ചെയ്തത്. ഇവൻ തന്നെ ഒന്ന് കമന്റ് ചെയ്തത്, ഞാനല്ല. ആ വീഡിയോയുടെ ഏറ്റവും മേളത്തെ കമന്റ് എന്താണെന്നറിയോ? അക്ഷയ ഞാൻ പറയുന്നു, ഇത് എന്റെ വണ്ടിയല്ല, ഇത് ഞാനല്ല ഡ്രൈവ് ചെയ്ത്. അതായത് ജക്സനെ ഒന്ന് സൂപ്പർ സ്റ്റാർ ആക്കാൻ വേണ്ടിട്ട് റെന്റിന് എടുത്ത വണ്ടിയാണ് അത്. അതിന്റെ ഓണർ അപ്പൊ അത് കറക്കണ വീഡിയോ എടുത്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ നടന്നു പോണ വീഡിയോ ഇട്ടിട്ട് അത് നമ്മൾ കറക്കി എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്നു. അപ്പൊ അത് നമുക്ക് നെഗറ്റീവായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് വ്യക്തമാക്കിയിട്ട് ഒരുപാട് ശക്തികൾ നിന്നെതിരെ പ്രവർത്തിക്കുന്നുണ്ട് അക്ഷയ്. ശരി, ഇതൊക്കെ എന്ത് അടിപൊളിയാവട്ടെ. തിയേറ്റേഴ്സ് എല്ലാം ഫില്ലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ പോട്ടെ. ഗംഭീര പെർഫോമൻസ് എവ്രി വൺ. ആൻഡ് താങ്ക് യു അഗെയിൻ ഉണ്ണി ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റ്. ഇനിയും അടിപൊളി മൂവി. താങ്ക് യു അഗെയിൻ ഷെയ്ൻ, പ്രൊഡ്യൂസേഴ്സ് ടീം, എല്ലാവർക്കും വലിയ താങ്ക്സ്. ഇൻഡിവിജ്വൽ ആയിട്ട് നല്ല നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ. ആൻഡ് യു ആർ ഡൂയിങ് ഇറ്റ്. ഷെയ്ൻ പൊളിച്ചു. ആൻഡ് താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.